Hi friends, welcome back to Neha Food Stories. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്. കുസ്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന അത്ര കഷ്ടപ്പാടൊന്നുമില്ല നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യും ഞാൻ 4 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അപ്പോൾ രണ്ടും പകുതി പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നെയ്യൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സ്പൈസസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 3 ബേ ലീവ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ അതിനുശേഷം വേണം നമുക്ക് ഇതിലോട്ട് സവാള ചേർക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 സവാളയാണ് കേട്ടോ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ടും ചേർക്കാം. അപ്പോൾ ഈ സവാള ഇനി നന്നായിട്ടൊന്ന് വാടി വരണം. അതിനുശേഷം വേണം നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ 4 കപ്പ് റൈസാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ചതച്ചത്. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ ഒരു 3 ഒക്കെ എടുത്താൽ മതി. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പൊടികൾ ചേർക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കണം. 4 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം വലിപ്പത്തിലുള്ള 4 തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി നന്നായി ഇവിടെ വാടി വന്നിട്ടുണ്ട്. തക്കാളി നന്നായി വെന്തുടയണം കേട്ടോ, എന്നാലാണ് നമ്മുടെ റൈസ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഉടയാതെ കിടക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ 4 കപ്പ് റൈസിലോട്ട് 1/2 കപ്പ് തൈരൊക്കെ ചേർത്താൽ മതി. അപ്പോൾ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 2 ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചേർത്താലും കുറച്ച് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ചെയ്ത സമയത്ത് വേണമെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുസ്ക റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ 250 ml കപ്പിന് 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വാരിയെടുത്തതാണ് കേട്ടോ. വെള്ളം വാർത്തിട്ട് എടുക്കണം. നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തോട് കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ വേണമെന്നില്ല, സാധാരണ ബസ്മതി റൈസ് ആയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ വെള്ളത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നത് ആ പാത്രത്തിന് 1.5 കപ്പ് പാത്രം വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് 6 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് 6 കപ്പ് തിളച്ച വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈസിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. റൈസിലോട്ട് ഉപ്പ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും നാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം വേണം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാൻ. റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി
ഇനി ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഹോൾസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റൈസ് കുക്ക് ചെയ്യാൻ. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് വറ്റുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ റൈസിൻ്റെ സ്ഥിതി എന്താണെന്ന്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ തവി വെച്ചിട്ട് അടിയിലൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ ഇതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശം കൂടിയും വറ്റി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് റൈസ് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൈസ് ദം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വറ്റിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിർബന്ധമൊന്നുമില്ല. അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം വേണം എടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാൻ. അപ്പോൾ നമ്മുടെ ചോറിലുള്ള ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശം കൂടി കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ റൈസ് തുറന്ന് നോക്കിയത്. നല്ല അടിപൊളിയായിട്ട് റൈസ് വന്നിട്ടുണ്ട്. റൈസൊന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കുസ്ക റൈസ് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്ന കഷ്ടപ്പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമ്മുടെ റൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം. അച്ചാറും തൈരും മാത്രം മതി. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നാടൻ രീതിയിൽ ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ കുസ്ക റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്